ബിന്ദുവിനെ ആദരിക്കുവാനായിട്ട് ഷൈനി മാമിനെ ഞാൻ വിതരിപ്പിച്ചിരിക്കുന്നു. ചൂടാണ്, ബുദ്ധിമുട്ടുണ്ടാകും. ദയവേത് ഇവിടെ ആഘോഷിക്കാൻ ബീഹാറിന്റെ ഇതര ഭാഗങ്ങളിൽ തിരിച്ചറിഞ്ഞിരിക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഒപ്പം ഓണാശംസകളും നൽകുന്നു. കേരള അസോസിയേഷൻ ബീഹാർ സംഘടിപ്പിക്കുന്ന ഈ ഓണാഘോഷം നമ്മുടെ നാട്ടിൽ ഒത്തിരി പേസ്റ്റൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ. മാവേലി രണ്ടക്ഷരം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ഹാപ്പിയോട് എല്ലാവരും, മലയാളികളെല്ലാവരും മലയാളത്തെ മാവേലിയെയും മറക്കുന്ന ഈ കാലത്ത് KAVയിലെ നമ്മുടെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ വർഷവും എനിക്ക് കാണാൻ അവസരം ഒരുക്കി തരുന്ന നമ്മുടെ എല്ലാ KAV മെമ്പേഴ്സിന് എന്നെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
കിടക്കട്ടെ. ആദ്യമായി ജിൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പുരസ്കാരങ്ങൾ നൽകുവാൻ വേണ്ടി. ജിൻ സാർ, സംഗ്രാംപൂർ. അൽഫോൺസ് മരിയ ജീവൻ, യാഷരിഫ്. സെക്കൻഡ്, സേറ റോഷൻ, യാഷരിഫ്. തേർഡ്, ബെനീന പ്രകാശ്, യാഷരിഫ്. Once again, Carom Singles Girls, first Alphonse Maria Jeevan, second Sarah Roshan, third Benina Prakash. പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി എത്രയും പെട്ടെന്ന് വിജയികളായവർ എത്തിച്ചേരേണ്ടതാണ്. അൽഫോൺസ് മരിയ ജീവൻ. Second, Sarah Roshan. Sarah Roshan. Third prize, Benina Prakash. Next category, Carom Singles Boys. First prize goes to Alastin Prince, Barbiga. Alastin Prince, Barbiga. Sean Sojan. Sean Sojan, Ashraf, Adidev, Chandi. First Alastin, second Sean, third Adidev. എല്ലാവരും കൈയടിക്കുന്ന ഷാറയ്ക്ക് നമ്മുടെ പിള്ളേരൊക്കെ സമ്മാനം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു പ്രോത്സാഹനം കൊടുക്കുക. താങ്ക് യു ദിൽസ. അടുത്തതായിട്ട് അഭിലാഷ് സാർ ഫ്രം ചണ്ഡി സ്റ്റേജിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു പുരസ്കാരങ്ങൾ നൽകുവാൻ വേണ്ടി. നെക്സ്റ്റ് കാറ്റഗറി, കാരംസ് ഡബിൾസ് ഗേൾസ്. ഫസ്റ്റ് പ്രൈസ് ബെനീന ആൻഡ് സിയോണ, ഡിയാശ്രീ. കാരംസ് ഡബിൾസ് ഗേൾസ്. സെക്കൻഡ്, സേറ Roshan and Alphonse Maria Jeevan, Yashrif. മൂന്നാം സമ്മാനം ദേവഗംഗ ആൻഡ് ആർഷിയ, ബർബിക. ദേവഗംഗ ആൻഡ് ആർഷിയ. താങ്ക് യു അഭിലാഷ് സാർ. അടുത്തതായിട്ട് സജി സാർ, ബിഹാർ ഷെരീഫ് സ്റ്റേജിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. സജി സാർ ഫ്രം ബിഹാർ ഷെരീഫ് സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി. നെക്സ്റ്റ് കാറ്റഗറി, കാരംസ് ചിൽഡ്രൻ ബോയ്സ് കാറ്റഗറി. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഷോൺ സോജൻ ആൻഡ് ബെൻ പ്രകാശ്. സപ്പോർട്ടില്ല കേട്ടോ, ഇതൊന്നും പോലെ കയ്യടി. ഓണമായിട്ട് ഇങ്ങനെ കണക്റ്റൊരു സമീപനം നമ്മുടെ അസോസിയേഷൻ ചേർന്നല്ല. ആക്റ്റീവാക്കി നമ്മുടെ പിള്ളേർ എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന സമ്മാനങ്ങളാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സെക്കൻഡ് പ്രൈസ് ആദിദേവ് ആൻഡ് സായിദേവ്. കയ്യടി നിൽക്കാൻ പാടില്ല. ആദിദേവ് ആൻഡ് സായിദേവ്. മൂന്നാം സമ്മാനം അലസ്റ്റിൻ ആൻഡ് സാരൻ. താങ്ക് യു സജി സാർ. അടുത്തതായിട്ട് വിൻസെന്റ് സാറിനെ കിങ്കർസറായി വിൻസെന്റ് സാർ സ്റ്റേജിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി. നെക്സ്റ്റ് കാറ്റഗറി, ചെസ് ചിൽഡ്രൻ ഗേൾസ് കാറ്റഗറി. ഫസ്റ്റ് പ്രൈസ് നിയ റെന്നി, ചെസ് ഗേൾസ്. ഫസ്റ്റ് പ്രൈസ് നിയ റെന്നി.
Second, Siona from Bihar. Third prize, Sarah Rosen, third prize. Chess boys category, first prize, Alastin Prince, Birmingham. Alastin. Second, Abhidev Chandi. Third, Saran, Birmingham. Second, Abhidev. Third prize, Saran. താങ്ക് യു സാർ. അടുത്തതായിട്ട് ടിജോ സാർ, സംഗ്രാംപൂർ സൂരജ് കടയിൽ നിന്നുള്ള ടിജോ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി. ടിജോ സാർ ഇവിടെ എന്തെങ്കിലും സ്റ്റേജിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു. നെക്സ്റ്റ് കാറ്റഗറി ചെസ് ജെൻസ് കാറ്റഗറിയാണ്. ഫസ്റ്റ് പ്രൈസ് സാബു ഫിലിപ്പ് പറവൽപൂർ. സെക്കൻഡ് ജിനേഷ് ജേക്കബ്. തേർഡ് സാബു കെ എ ബിഹാർ. ഫസ്റ്റ് പ്രൈസ് സാബു ഫിലിപ്പ്. ചെസ് ബുദ്ധിയുള്ളവരുടെ കളിയിലെ ചാമ്പ്യൻ ആയിരിക്കുന്നത് സാബു ഫിലിപ്പാണ്, ചാമ്പ്യൻ ഫ്രം പറവൽപൂർ. സെക്കൻഡ് എനിക്ക് തന്നെയാണ്, കുറച്ച് വായ്പകളുണ്ട്. സെക്കൻഡ് മൂന്നാം സമ്മാനം സാബു കെ എ ബിഹാർ. ചെസ് ലേഡീസ് വിഭാഗം ഫസ്റ്റ് അനു ബെൽജു കർണോൾ. ഫസ്റ്റ് പ്രൈസ് അനു ബെൽജു കർണോൾ. മോളി റൂബി ഉസ്രിപൂർ. ജീൻ ജോസഫ് ബിഹാർ. അനു ബെൽജു, മോളി റൂബി, ജീൻ ജോസഫ്. താങ്ക് യു ടിയോ സാർ. അടുത്തായിട്ട് ജോയ് സാർ ഫ്രം പർവത്ത. മെൽവിൻ സാർ പ്ലീസ്. മെൽവിൻ ക്യാരംസ് സിംഗിൾസ് ജെൻസ് കാറ്റഗറിയാണ്. ഫസ്റ്റ് പ്രൈസ് സാബു ഫിലിപ്പ് പറവൽപൂർ. സെക്കൻഡ് സാബു കെ എ ബിഹാർ. തേർഡ് റെനി ജോസഫ് ബിഹാർ. ക്യാരം സിംഗിൾസ് ഫസ്റ്റ് സാബു ഫിലിപ്പ്. കയ്യിൽ പോരാണ്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് കേട്ടോ. സെക്കൻഡ് സാബു കെ എ. തേർഡ് റെനി ജോസഫ്. ക്യാരം സിംഗിൾസ് ലേഡീസ് ഫസ്റ്റ് പ്രൈസ് DT KS അസോസിയേഷന്റെ പ്രസിഡന്റ് DT KS ക്യാരം സിംഗിൾസിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ്. നാട്ടിൽ വെൽക്കം ചെയ്യുന്നു DT KS. സെക്കൻഡ് ജീൻ ജോസഫ്. തേർഡ് അനു ബെൽജു. താങ്ക് യു സാർ. जी बनी साहब ने दिवेश एंड प्रिंसा. थर्ड शिबू जोसेफ एंड अभिलाष टीवी. താങ്ക് യു സാർ. അടുത്തായിട്ട് റൂബി സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഷിബു സാർ. താങ്ക് യു സാർ. അടുത്തായിട്ട് ബെന്നി സാർ ഫ്രം ഷേഖ്പൂർ. പ്രിൻസിപ്പളും മാനേജറും ഡയറക്ടറും ഒക്കെയായ ബിജു സാർ ആൻഡ് സജി തോമസ്. ലേലം കളിയിൽ ഒന്നാം സമ്മാനം ബിജു സാർ ആൻഡ് സജി തോമസ്. സെക്കൻഡ് Sabu K and Remy Joseph. Third, Sojan Philip and Tom K. Johnny. First, Viju Thomas and Saji Thomas. സ്റ്റേജിലേക്ക് എത്തിച്ചേരേണ്ടതാണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി. വിജു തോമസ് ആൻഡ് സജി തോമസ്. രണ്ടാം സമ്മാനം സാബു കെ ആൻഡ് റെനി ജോസഫ്.
ഒന്നാം സമ്മാനം സോജൻ ഫിലിപ്പ് ആൻഡ് ടോം കെ ജോണി. ഇതോടെ ഈ സമ്മാനദാന ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. താങ്ക് യു. കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചത് വലിയ സന്തോഷമാണ്. എന്തായിരുന്നാലും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വന്ന അനൂപ് സാറ് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ശങ്കിച്ചു. എന്താണ് ബീഹാറിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഞാൻ ഗയയിലാണ് ജോലി ചെയ്യുന്നത്. ഗയയിൽ മലയാളികളുടെ സാന്നിധ്യം വളരെ കുറവാണ്. 1-2 സ്കൂളുകൾ ഫാദേഴ്സ് നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ കൂടുതലൊന്നുമില്ല. അപ്പോൾ ഞാൻ അനുവോട് പറഞ്ഞു എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോൾ അനുവ് പറഞ്ഞു ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഈ ബീഹാർ ഷെരീഫ് അതുപോലെ തന്നെ രാജകീയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടായ്മയുണ്ട്, അത് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നഷ്ടവുമില്ല. ഞായറാഴ്ച ആണെങ്കിലും എൻ്റെ ഹോളിഡേ പോയെന്നൊന്നും എനിക്ക് തോന്നിച്ചില്ല. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം എനിക്കും തോന്നുന്നു. നമുക്കറിയാം ഓണത്തിൻ്റെ ആന്തരികമായിട്ടുള്ള സത്ത എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ ഒറ്റ മനസ്സോടെ യാതൊരു തരത്തിലുള്ള വകഭേദങ്ങളുമില്ലാതെ ചെലവഴിച്ചിരുന്ന ഒരു ഗതകാല സ്മരണയാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മെസ്സേജ് എന്നത്. ഇടക്കാലത്ത് അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇന്ന് നമുക്ക് കേരളത്തിലേക്ക് അവസ്ഥ, ദിവസവും വരുന്ന വാർത്തകൾ നമുക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. അയൽപക്കക്കാരനെ പോലും അറിയാത്ത, ഇവിടെ ഒരു മരണം നടന്നാൽ മാസങ്ങളോളം കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങനെയൊന്നും നടന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ മലയാളികൾക്ക്, ഓണം അനുഭവിച്ചിട്ടുള്ള മലയാളികൾക്ക് അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ആ ഓണത്തെ തിരിച്ചു കൊണ്ടുവരണം. ആ ഓണക്കഥകളെ വീണ്ടും വീണ്ടും പുനരാവിഷ്കരിക്കണം. അങ്ങനെ ഓണക്കഥകളും ഓണത്തിൻ്റെ ഓർമ്മകളും ഓണം തന്നെ എനിക്ക് തോന്നുന്നില്ല അധികകാലം നമ്മുടെ കേരളത്തിൽ നിൽക്കുമോ എന്ന്. കാരണം ഇന്നെല്ലാം വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പകാലത്ത് 10, 12, 18 വയസ്സ് വരെയുള്ള പ്രായത്തിൽ പൂപ്പട്ടങ്ങളൊക്കെ കഴുത്തിലിട്ട് റോഡ് സൈഡിലും മലകളിലൊക്കെ പോയി പൂ പറിച്ച് ഓണം വിട്ടിരുന്നൊരു കാലഘട്ടം. പൂവയെ പോയി പാട്ടുകൾ പാടിക്കൊണ്ട് ആർക്കും ഉല്ലസിച്ച് പോയിരുന്നൊരു കാലഘട്ടം. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു കാലമേയില്ല. ഇന്ന് നമ്മളെല്ലാം പൂ വാങ്ങുന്നത് മാർക്കറ്റിൽ പോയി തമിഴ്നാട്ടിലെ അണ്ണാച്ചിയുടെയും കർണാടകയിലും ഒക്കെ വരുന്ന പൂവുകളാണ്. അപ്പം അതിലൊന്നും ഒരു ജീവിതമില്ല, ഒരു അനുഭവമില്ല. നമ്മളൊക്കെ ഓണത്തെ അനുഭവിച്ചതും ആനന്ദിച്ചതും അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊന്നും ഇല്ലാത്തൊരു തലമുറയാണ് നമുക്കിനി വരാൻ പോകുന്നത്. അപ്പം അവരെയൊക്കെ ആ കഥകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കാനുള്ള വേദികളാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ സ്പോർട്സ് പരിപാടികൾ, പ്രത്യേകിച്ച് നമ്മുടെ വനിതാംഗങ്ങളുടെ ഈ തിരുവാതിരക്കളി, അതുപോലെ തന്നെ കരോക്കെ
ഗാനങ്ങളോട് ഉള്ള ഡാൻസ് ഇതെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു അവസരമാണ്. അപ്പോൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാവരും തിരക്ക് പിടിച്ചവരാണ്. അപ്പം ഞാൻ എൻ്റെ ഹൃദയംഗമമായിട്ടുള്ള ഒരു ആശംസ നേരുകയാണ്. എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഓണാശംസകൾ നേരുന്നു. ഓണം കഴിഞ്ഞിട്ടില്ല. ഓണം നമുക്ക് ഓഗസ്റ്റ് 26 തിരുവോണം. അത് നമ്മളെല്ലാം വീട്ടിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം ആഘോഷിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു ഓണത്തിൻ്റെ ഓക്കെ, താങ്ക് യു സാർ. നല്ലൊരു കൈ കൊടുക്കാം. Devesh and Prinsa. Third, Shibu Joseph and Abhilash TV. Thank you, sir. അടുത്തതായിട്ട് റൂബി സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഷിബു സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി. നെക്സ്റ്റ് കാറ്റഗറി ക്യാരംസ് ഡബിൾസ് ഗേൾ ലേഡീസ് വിഭാഗമാണ്. ഫസ്റ്റ് പ്രൈസ് സജന ജോസഫ് ആൻഡ് ജീൻ ജോസഫ്. ഫസ്റ്റ് സജന ജോസഫ് ആൻഡ് ജീൻ ജോസഫ്. +2 Master Yadu Krishna Nair. Master Yadu Krishna Nair, son of Mrs. Sandhya KV and Deepesh KS. അടുത്തത് Mrs. Anne Maria Darby, daughter of Minnie Darby and Mr. Darby Chapo. അടുത്തത് Emil Matthew, son of Mrs. Jinsi P. Anto and Mr. Biju. Emil Matthew. Emil is in Kerala, so father is coming. അടുത്തത് Angelic Teres Shaju, daughter of Mrs. Rini Matthew and Mr. Shaki Joseph. I think they are absent. So I request Simon sir is there. Simon sir. Sir Simon. You are ready, sir.
So class 10 education award is over. Thank you, sir, for presenting the awards. Wait, sir. I request our ഇനി നമുക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റിൽ നിന്നും 2 വാക്ക് കേൾക്കാം. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഓണാഘോഷം വളരെ സമുചിതമായി തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ സംഘടിപ്പിച്ചതെന്ന് കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഒരിടവേള ഞാൻ കേരളത്തിലാണോ എന്നൊന്ന് തോന്നിപ്പോയി. അത്രയും മികച്ച സംഘാടക മികവോടെ തന്നെയാണ് നിങ്ങൾ ഒരുമിച്ച് ആ ഓണത്തിൻ്റെ സന്ദേശം ഇവിടെ കാഴ്ചവെച്ചത്. വളരെ ഒരുമയോടെ, വളരെ ഊർജത്തോടെ നമ്മുടെ കേരള സംസ്കാരത്തിൻ്റെ തനിമയാണ് വിവിധ പ്രായത്തിലുള്ള നിങ്ങളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി ഈ പരിപാടിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്ത കേരള അസോസിയേഷൻ ബീഹാറിൻ്റെ എല്ലാ അംഗങ്ങളോടുമുള്ള കൃതജ്ഞത ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഞാനിവിടെ ബീഹാറിൽ വന്നിട്ട് ഈ ഓഗസ്റ്റ് മാസം 7 വർഷം തിരികെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഹതഭാഗ്യമുള്ളൂ. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് 100-300ഓളം ആളുകൾ എൻ്റെ കൂടെ മഹാഭാഗ്യം ചെയ്തത് ഈ ബീഹാറിൻ്റെ വികസനത്തിന് വേണ്ടി കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് പ്രയത്നിക്കുന്നുണ്ട് എന്ന്. ഈ വലിയ സന്തോഷം എൻ്റെ കൂടെ ഇന്ന് വേദി പങ്കിട്ടുള്ള നാരായണൻ സാർ, KK യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള അദ്ദേഹം, എനിക്ക് കാണോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചത് വലിയ സന്തോഷമാണ്. എന്തായിരുന്നാലും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വന്ന അനൂപ് സാറ് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ശങ്കിച്ചു. എന്താണ് ബീഹാറിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഞാൻ ഗയയിലാണ് ജോലി ചെയ്യുന്നത്. ഗയയിൽ മലയാളികളുടെ സാന്നിധ്യം വളരെ കുറവാണ്. 1-2 സ്കൂളുകൾ ഫാദേഴ്സ് നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ കൂടുതലൊന്നുമില്ല. അപ്പം ഞാൻ അനുവോട് പറഞ്ഞു എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോൾ അനുവ് പറഞ്ഞു ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഈ ബീഹാർ ഷെരീഫ് അതുപോലെ തന്നെ രാജകീയ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ കൂട്ടായ്മയുണ്ട്, അത് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നഷ്ടവുമില്ല. ഞായറാഴ്ച ആണെങ്കിലും എൻ്റെ ഹോളിഡേ പോയെന്നൊന്നും എനിക്ക് തോന്നിച്ചില്ല. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം എനിക്കും തോന്നുന്നു. നമുക്കറിയാം ഓണത്തിൻ്റെ ആ ആന്തരികമായിട്ടുള്ള സത്ത എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ ഒറ്റ മനസ്സോടെ യാതൊരു തരത്തിലുള്ള വകഭേദങ്ങളുമില്ലാതെ ചെലവഴിച്ചിരുന്ന ഒരു ഗതകാല സ്മരണയാണ് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മെസ്സേജ് എന്നത്. ഇടക്കാലത്ത് അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഇന്ന് നമുക്ക് കേരളത്തിലേക്ക് അവസ്ഥ, ദിവസവും വരുന്ന വാർത്തകൾ നമുക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. അയൽപക്കക്കാരനെ പോലും അറിയാത്ത, അവിടെ ഒരു മരണം നടന്നാൽ മാസങ്ങളോളം കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങനെയൊന്നും നടന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ മലയാളികൾക്ക്, ഓണം അനുഭവിച്ചിട്ടുള്ള മലയാളികൾക്ക് അതൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ആ ഓണത്തെ തിരിച്ചു കൊണ്ടുവരണം. ആ ഓണക്കഥകളെ വീണ്ടും വീണ്ടും പുനരാവിഷ്കരിക്കണം. അങ്ങനെ ഓണക്കഥകളും ഓണത്തിൻ്റെ ഓർമ്മകളും ഓണം തന്നെ എനിക്ക് തോന്നുന്നില്ല അധികകാലം നമ്മുടെ കേരളത്തിൽ നിൽക്കുമോ എന്ന്. കാരണം ഇന്നെല്ലാം വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പകാലത്ത് 10, 12, 18 വയസ്സ് വരെയുള്ള പ്രായത്തിൽ പൂക്കൊട്ടകളൊക്കെ കഴുത്തിലിട്ട് റോഡ് സൈഡിലും മലകളിലൊക്കെ പോയി പൂ പറിച്ച് ഓണം വിട്ടിരുന്നൊരു കാലഘട്ടം. പൂവയെ പോയി പാട്ടുകൾ പാടിക്കൊണ്ട്
ആർക്കും ഉല്ലസിച്ച് പോയിരുന്നൊരു കാലഘട്ടം. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു കാലമേയില്ല. ഇന്ന് നമ്മളെല്ലാം പൂ വാങ്ങുന്നത് മാർക്കറ്റിൽ പോയി തമിഴ്നാട്ടിലെ അണ്ണാച്ചിയുടെയും കർണാടകയിലും ഒക്കെ വരുന്ന പൂവുകളാണ്. അപ്പം അതിലൊന്നും ഒരു ജീവിതമില്ല, ഒരു അനുഭവമില്ല. നമ്മളൊക്കെ ഓണത്തെ അനുഭവിച്ചതും ആനന്ദിച്ചതും അങ്ങനെയൊക്കെയാണ്. അപ്പം അതൊന്നും ഇല്ലാത്തൊരു തലമുറയാണ് നമുക്കിനി വരാൻ പോകുന്നത്. അപ്പം അവരെയൊക്കെ ആ കഥകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കാനുള്ള വേദികളാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ. നിങ്ങൾ വളരെ ഭംഗിയായിട്ട് നിങ്ങളുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ സ്പോർട്സ് പരിപാടികൾ, പ്രത്യേകിച്ച് നമ്മുടെ വനിതാ അംഗങ്ങളുടെ ഈ തിരുവാതിരക്കളി, അതുപോലെ തന്നെ കരോക്കെ ഗാനങ്ങളോട് ഉള്ള ഡാൻസ്, ഇതെല്ലാം വളരെ സന്തോഷം നൽകുന്ന ഒരു അവസരമാണ്. അപ്പോൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, കാരണം നമുക്ക് എല്ലാവരും തിരക്ക് പിടിച്ചവരാണ്. അപ്പം ഞാൻ എൻ്റെ ഹൃദയംഗമമായിട്ടുള്ള ഒരു ആശംസ നേരുകയാണ്. എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഓണാശംസകൾ നേരുന്നു. ഓണം കഴിഞ്ഞിട്ടില്ല. ഓണം നമുക്ക് ഓഗസ്റ്റ് 26 തിരുവോണം. അത് നമ്മളെല്ലാം വീട്ടിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം ആഘോഷിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒരു ഓണത്തിൻ്റെ ഒരു ശുഭാരംഭം എന്ന് മാത്രം കൂട്ടിയാണ്. അപ്പോൾ മാവേലി എത്തുക, മാവേലി നേരത്തെ ഇതിലെ പോകുന്നത് കണ്ടു. പക്ഷെ അദ്ദേഹം നമ്മുടെയൊക്കെ വീടുകളിൽ എത്തുന്നത് ഓഗസ്റ്റ് 25-26 അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ ശക്തമായി മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃഷ്ണൻ ചാനലിൻ്റെ ഹൃദയംഗമായിട്ടുള്ള ഓണാശംസ നേരുന്നു. താങ്ക് യു വെരി മച്ച്. Thank you so much for your truly inspiring and thought-provoking address. സാറ് എല്ലാ 10ലും 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അവാർഡ് കൊടുത്തു. സാറിന് നമ്മുടെ സൈഡിൽ നിന്ന് to express our heartfelt gratitude and as a token of our love and respect, we would like to felicitate our chief guest. So now I would like to invite the office bearers of Kerala Association of Bihar, the President, Vice President, Secretary, Joint Secretary and the Treasurer. Please come to the stage. Okay, thank you, sir. നല്ലൊരു കൈയ്യടി കൊടുക്കാം. We will continue the award function. Now, next Achievers Award. And the first nomination, Justin Jacob, son of Mrs. Shiny Jacob and Mr. Jacob PC. He has completed Masters in Data Science and Decision, University of New South Wales, Sydney, Australia. Now he is working as Account Operations Specialist in C-Track company in Australia. Justin Jacob. അടുത്തത് ജോസ് പോൾ, son of Mrs. Selin and Mr. Paul J. Malamel. Jose Paul completed his engineering and now working as
full stack software developer in ERNST and Young Company in Kolkata, West Bengal. Just follows here, along with his father. Adutha, Arsh Tadathil, son of Mrs. Molly Ruby and Mr. Ruby Tadathil. Arsh has completed his postgraduate diploma in guidance and counseling, now working as counselor in his own school. Next, Alvin KCB, son of Mrs. Jessie James and Mr. CDKA. He has completed BBA from Christ University, Bangalore. He is now working as a media head in a multimedia company, OWLED, Bangalore. He is there absent. I think Simon sir is there. Please come and receive the award. So also not a bit. Next, അടുത്തത് ആർട്സ് ആൻഡ് സ്പോർട്സ് കാറ്റഗറിയിലാണ് അച്ചീവേഴ്സ് അവാർഡ്. ആദിദേവ് PA, son of Mrs. Sindhu Abhilash and Mr. Junior under 45 kg category. He has won the first prize. Wushu Championship 2026. Criteria sub-junior under 26 categories. Another achiever, Siona Elena, daughter of. She has won the second position in Nalanda District School Sports Meet 25-26 under 14 shot put and discus throw. Next is Emil Matthew, son of Mrs. Jinsi P. Anto and Mr. Bijuji. He is Kerala State Champion in boxing. He is a gold medalist. Emil Matthew is a gold medalist under 46-48 kg. Thank you, sir. Now, next, Murphina Zahrin, daughter of Mrs. Alfia VS and Mr. Insaf CV. She is also a gold medalist in the Azadi Cup of Bihar State Karate Championship. അച്ചീവേഴ്സ് അവാർഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ഓൺ ദ സ്റ്റേജ് നമ്മുടെ മൂന്നാമത്തെ ഹൃദയത്തെ തൊടുന്ന വിഭാഗമാണ് സിൽവർ ജൂബിലി ആദരവ്. നമുക്കറിയാം, ഓണം കുടുംബത്തിൻ്റെ ആഘോഷമാണ്. ഒരു കുടുംബം ശക്തമാകുന്നത് ശക്തമായ ദമ്പതിമാർ മൂലമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ 2026 25 വർഷം സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ജീവിതയാത്ര പൂർത്തിയാക്കുന്ന ദമ്പതിമാരുണ്ട്. 2 കുടുംബങ്ങളാണ്. 25 വർഷം എന്നത് ഒരു നമ്പർ മാത്രമല്ല, മനോഹരമായ ഓർമ്മകളുടെ ഒരു യാത്രയാണ്. People say marriage is a workshop where the husband works and the wife shops. But partnership for 25 years. Please put your hands together for our silver stars. ആദ്യം വരുന്നത് Mrs. Sheeta Sebastian and Mr. Sebastian PA. Sheeta Sebastian and Mr. Sebastian PA.
സെബാസ്റ്റ്യൻ സാറ് വൈഫിന് നാട്ടിൽ വിട്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടിയിട്ടാണ് വരുന്നത് സെബാസ്റ്റ്യൻ സാറായിട്ട്. രണ്ടാമത് ഷിജി തോമസ് ആൻഡ് മിസ്റ്റർ തോമസ് കെ. കപ്പിൾസിന് 25ാം വാർഷികം ആഘോഷിക്കുന്ന കപ്പിൾസിന് യെസ് തോമസ്. ഇവർക്കെല്ലാം KABയുടെ നാമത്തിൽ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. താങ്ക് യു സാർ. ഇനി നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർ B നാരായണ നമുക്കുള്ള ഓണ സന്ദേശം നൽകുന്നതാണ്. എല്ലാവരുടെയും പേര് സാറിന് ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മലയാളം ഇത്രേ അറിയുള്ളൂ. ഞാൻ മലയാളി ആയാലും ഞാൻ പഠിച്ചതെല്ലാം കാസർഗോഡ് ആയാലും നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എല്ലാം കന്നഡയിലായിരുന്നു. പിന്നെ ആഫ്റ്റർ മൈ എഡ്യൂക്കേഷൻ ഫ്രം ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട ഞാൻ കർണാടക സ്റ്റേറ്റിൽ വന്ന് അവിടെ യൂണിവേഴ്സിറ്റിയിൽ PhD എടുത്തു. ദെൻ I got my all appointments, everything in Mangalore University. So I am sorry I am not able to speak in Malayalam. Today what I felt like I am in Kerala. Because till 23 years I was in Kerala, and after 2 days I am going back to Mangalore. Just for Onam celebration only I am going. I am flying back to Mangalore for only 2 days. And I will come back because of some other urgent assignments. So this type of tradition, you have to keep it in our life. That's what I feel. So during 1999-2000, I was in University of Strathclyde, Glasgow as a postdoctoral fellow under Commonwealth Fellowship. There also I gathered, I elected members from Kerala, and we celebrated Kerala this Onam festival during that time. So now also every year, last 3 years I am here. So during this Onam period, I go back to Mangalore because this time it is because my wife got retired in last November only. Now she is working for another deemed university as a professor. She is also a chemistry professor. So she is having a big demand. See this Onam festival, I have to give some gift. Not a small gift. She was asking for a gold diamond necklace. Then I told her, okay, you take it. That's for that purchase only I am going, not for other purpose. So this is how I am. I was knowing that Kerala schools are doing very well in Bihar, because in 1995 when I visited Muzaffarpur for a international conference, I met some people in the train. At that time we used to travel by train. So they were telling me about the Kerala schools in about 30 years back in Bihar. So this is I felt very happy that the association is there and they are performing well here. See, another important thing I want to share with you, that is, see, the inaugural dance that was done by the president herself. That is great thing. Anywhere, we will not see anywhere this type of thing. Because this type of culture we have in Mangalore also. See, my wife, even though she was a professor of chemistry, she was heading Women's Studies Center. So during International Women's Day, they will perform their programs. In that, first dance will be from my wife's group, always, till she retired. Because that interest, that should be there with everyone. So I am happy that I am here with you people
for this Onam vacation, Onam celebration. And I don't know how many more years, because I am already completing 3 years of my service here as a Vice Chancellor. I may remain for another 3 years. That is another possibility, because the Private University Act says you can continue your service up to 70 years. Because after coming here, I started some new courses in the university, and also I could get a medical college to our university. That is one of my stay. Because of this, radically we are giving that KK, that is KK Medical College and Hospital. This year onwards we are having the admission of 100 students, MBBS students. This is done under my guidance. I only work for it. So with this, I thank our friend from this school for inviting me for, I cannot say for a speech, to share few thoughts with you. So thank you. So once again, I wish you happy Onam to you and all your family members here as well as in Kerala. Thank you, one and all. Thank you, sir, for your warm words. Now, sir, please stay. To express our heartfelt gratitude as a token of our love and respect, we would like to felicitate our chief guest. Again, I would like to invite the office bearers of Kerala Club onto the stage. President, Secretary, Vice President, Joint Secretary and Treasurer. Thank you, sir. Thank you all to the office bearers. Thank you. Give a please big round of applause. അവാർഡ് ദാന ചടങ്ങുകളെല്ലാം സമാപിച്ചു.
വർഷം മുൻപേ ഒരു സന്നാഹ ഓണാഘോഷം ആരവം 2026 ഈ ബീഹാറിൽ നമ്മൾ ഒരുക്കിയ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ ആരവം. കാറും കോളും നിർത്താതെ പെയ്യുന്ന പെരുമഴയും ദുരിതം വിതയ്ക്കുന്ന ഉരുൾപൊട്ടലും എങ്ങും നിറയുമ്പോഴും കരിമേഘക്കെട്ടിന്റെ ഓരത്ത് തെളിയുന്ന വെള്ളിരേഖ പോലെ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഒരു ദൂതൻ അങ്ങ് വടക്ക് മലബാറിൽ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശത്തുള്ള ആലക്കോട് മഹാരാജാവിനെ next trip.